നല്ലൊരാശ്രയം. ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം. ആമേനാമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. ആമേനാമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ സ്വർഗം തുറന്ന് സ്വർഗത്തോളം എത്തുന്ന ഗോവണി ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത് യാക്കോബ് കണ്ടതിനെക്കുറിച്ച് നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് അതുതന്നെ കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും. മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ വിശാലമായ ആശയമുള്ള ഒരു വേദഭാഗമാണിത്. ഒന്ന്, ഇപ്പോഴത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 2, യേശുക്രിസ്തു സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണും, കർത്താവിൻ്റെ 2ാമത്തെ വരവ്. 3, യേശുക്രിസ്തു സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ രാജാവായി വാഴുന്ന ആ മില്ലനിയൽ കിങ്ഡം, ആ സഹസ്രാബ്ദ വാഴ്ച, അത് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. അത്രയും വിശാലമായ ആശയമാണ് അവരൊറ്റ വാക്യത്തിലുള്ളത്. സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്വർഗം തുറന്നിരിക്കുന്നത്, നിത്യനായ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, യാക്കോബിനൊരിക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്, അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിന്, കേവലം ലൗകിക പുരുഷനായ യാക്കോബിന്, ലോകവും ജഡവും മാത്രം ജീവിതത്തിൽ പ്രമാണമായി കൽപ്പിച്ചിരുന്ന യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ആ ജീവനുള്ള ദൈവം, ആ ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, നമ്മോട് സംസാരിക്കുന്നു. സ്വർഗം തുറന്ന് നമ്മോട് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഗോവണിയിൽ നിന്നുകൊണ്ട് ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യൻ്റെ അരികിലേക്ക് ഒരു ഗോവണി ഇറക്കി വയ്ക്കുന്നു. ഗോവണിയിൽ നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്തത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും എന്ന് പറഞ്ഞ് പിന്നീട് ഒരു 7 വാഗ്ദത്തങ്ങൾ ദൈവം തരികയാണ്. യാക്കോവിന് ഒരു 7 വാഗ്ദത്തങ്ങൾ ദൈവം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഞാൻ ഇന്നതെല്ലാം ചെയ്യും. യാക്കോവ് ഒന്നും ചോദിച്ചില്ല, ദൈവത്തെ യാക്കോവ് വിളിച്ചില്ല. എന്നാൽ ദൈവം അഡ്വാൻസായി വാഗ്ദത്തങ്ങൾ തരികയാണ്. അങ്ങോട്ട് ചോദിച്ചിട്ടല്ല കിട്ടുന്നത്, യാചിച്ചിട്ടല്ല കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചോദിച്ചിട്ടല്ല ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത്. നിങ്ങൾ പലരും ദൈവത്തോട് ചോദിച്ച് യാചിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊന്നുമല്ല അനുഗ്രഹങ്ങൾ കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബത്തിൽ ചില ശാപങ്ങൾ പോയത് എങ്ങനെയാണ്? നിങ്ങളാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ? നിങ്ങളാരെങ്കിലും ഒരുങ്ങിയിട്ടാണോ? എനിക്കറിയാം, ഞാനൊന്നും ഒരുങ്ങിയിട്ടല്ല കരുണയുള്ള കർത്താവ് എന്നെ അനുഗ്രഹിച്ചത്. ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടല്ല ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചത്. ഞാനൊരു ആവശ്യക്കാരനായി അയച്ചിട്ടല്ല ദൈവം എന്നെ അനുഗ്രഹിച്ചത്. എനിക്കൊരു മാനസാന്തരം കിട്ടിയത് എനിക്കൊരു മാനസാന്തരം വേണമെന്ന് പറഞ്ഞിട്ടല്ല. കാരണം മാനസാന്തരം ആവശ്യമില്ലാത്ത ഒരു നീതിമാനായിട്ട് ഞാൻ അങ്ങനെ അഹങ്കരിച്ച് കഴിയുകയായിരുന്നു. നീതിമാൻ എന്നാണ് എൻ്റെ ധാരണ. കാരണം 2 നേരവും നമസ്കാരമുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും, പഴയ തലമുറയിൽ അങ്ങനെയാണല്ലോ.
2 നേരം നമസ്കാരമുണ്ട്, കൃത്യമായിട്ടാണ്. നോമ്പ് കൃത്യമായിട്ട് നോക്കും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. പള്ളി ആരാധനകൾ വളരെ കൃത്യമായും ചിട്ടയായും പങ്കെടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ചിട്ടയായ ഒരു ആത്മീയ ജീവിതമായിരുന്നു, ക്രിസ്തീയ ജീവിതമായിരുന്നു. ഞാൻ അറിഞ്ഞ ഒരു പാവം ചെയ്തിട്ടില്ല, മനസ്സറിഞ്ഞൊരു വേണ്ടാതനത്തിന് പോയിട്ടില്ല. എന്നാൽ അകത്തുള്ള കാര്യങ്ങൾ, അകത്തുള്ള പാവങ്ങൾ പാവമായിട്ട് തോന്നിയിട്ടുമില്ല. അകത്തെ ചിന്തയിലുള്ള പാവങ്ങൾ, ചിലരോടുള്ള വൈരാഗ്യങ്ങൾ, മുഷിച്ചിലുകൾ, ഇഷ്ടക്കുറവുകൾ, നീരസങ്ങൾ, കയ്പ്, ഇതൊന്നും പാവമായിട്ട് ചിന്തിച്ചിട്ടില്ല. മദ്യപാനമില്ല, വ്യഭിചാരമില്ല, കൊലപാതകമില്ല, മോഷണമില്ല. പിന്നെ എന്നാ മനുഷ്യൻ്റെ പാവം? ഇത്രയേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു നീതിമാനെന്ന് സ്വയം ഭാവിച്ച്, സ്വയം ധരിച്ച് അങ്ങനെ മാന്യനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിറയെ നിരാശയായിരുന്നു. ഹൃദയം ശൂന്യമായിരുന്നു. മനസ്സ് സ്വസ്ഥതയില്ലായിരുന്നു. മനസ്സ് സമാധാനമില്ലായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ അപ്പൻ എനിക്ക് ഒരു വയസ്സിൽ മരിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനാഥനെ പോലെ കഴിയുകയായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. അപകർഷതാബോധം കൊണ്ട് തിങ്ങുന്നൊരു ജീവിതമായിരുന്നു. എനിക്ക് ഒരു വിലയില്ല എന്നൊരു തോന്നലായിരുന്നു. എനിക്ക് കഴിവില്ല എന്ന് തോന്നലായിരുന്നു. ഞാൻ നിസ്സാരനായിപ്പോയല്ലെന്നുള്ള തോന്നലായിരുന്നു. ഞാൻ ആരോരുമില്ലാത്തവെന്നുള്ള തോന്നലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിരാശയാണ് ആകത്തുക. എന്നാൽ ആത്മീയമായി പറഞ്ഞാൽ നീതിമാൻ എന്നുള്ള ധാരണയും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ജീവനുള്ള ദൈവം എനിക്ക് മാനസാന്തരം സൗജന്യമായി തന്നു. മാനസാന്തരം ലഭിച്ചു. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഒരു മാനസാന്തരം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. മാനസാന്തരം കിട്ടുക. ചിലർക്ക് ഈ വാക്ക് കേൾക്കുന്നത് പോലെ അലർജിയാണ്. എന്നാൽ എനിക്കത് തേനിലും തേൻകട്ടയിലും മധുരമാണ്. മാനസാന്തരം കിട്ടുക, ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ ഇടയാകുക, ജീവിതം ക്രിസ്തുവിന് കൈമാറാൻ ഇടയാകുക, ക്രിസ്തു ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക, അതൊരു അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതമാണ്. അതാണ് മഹാത്ഭുതം. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു സുബോധം കിട്ടി പ്രിയപ്പെട്ടവരെ. പാപം എന്നത് തിരിച്ചറിയാനിടയായി. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്തത് എൻ്റെ ജീവിതത്തിലെ നൈരാശ്യം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ പകയും വിദ്വേഷവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം പാപമാണെന്ന് എനിക്ക് മനസ്സിലായി. വ്യഭിചാരമെന്നോ അല്ലെങ്കിൽ മദ്യപാനമെന്നോ കൊലപാതകമെന്നോ ഒക്കെ പറയുന്നത് പോലെ തന്നെ മഹാപാപമാണ് വൈരാഗ്യമെന്നും കോപമെന്നും ഈർഷ്യയെന്നും മുഷിച്ചിലെന്നും എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സുബോധം തന്നു, കർത്താവ് വെളിവ് തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പാവികളാണ് എന്ന്. ഈ വാക്കുകൾ കേൾക്കുന്ന അനേകം പേർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രകടമായ പാവമൊന്നും ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുവിധം മാനമര്യാദയായിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, സാമാന്യം ഭേദമായിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. മനസ്സറിഞ്ഞ് ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പിന്നെ എനിക്കെന്താണ് പാവം എന്നല്ലേ നിങ്ങൾ വല്ല ചിന്തിക്കുന്നത്? ഹൃദയത്തിലുള്ളതാ പാവങ്ങൾ അറിയുന്നുണ്ടോ? മനസ്സിലുള്ളതായ അഴുക്കും അശുദ്ധിയും അസൂയയും അഹങ്കാരവും ഗ്രഹിക്കുന്നുണ്ടോ? സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും അകത്തുണ്ട് എന്ന് ഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം മഹാപാപങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ മഹാപാപങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉള്ളപ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു മാനസാന്തരം കിട്ടുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് സത്യമായൊരു വെളിവ് തരണമേ, എൻ്റെ ഹൃദയത്തിൽ വ്യക്തമായൊരു വെളിവ് തരണമേ, എനിക്കൊരു സുബോധം തരണമേ, ഞാൻ ആരാണെന്ന് കാണാൻ എനിക്കൊരു വെളിവ് തരണമേ, ഞാൻ ഒരു പാപിയാണെന്നറിയാൻ എനിക്കൊരു സുബോധം തരണമേ. കർത്താവേ, എനിക്ക് യേശുവിനെ കൈക്കൊള്ളാൻ ഒരു മഹാഭാഗ്യം തരണമേ, യേശുവിനെ സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ യേശുവിനെ ഹൃദയത്തിലേക്ക് എതിരേൽക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. എന്നെ അനുഗ്രഹിപ്പാൻ കടന്നു വന്നിരിക്കുന്ന, എന്നെ ഉയർത്താൻ കടന്നു വന്നിരിക്കുന്ന, എന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റാൻ കടന്നു വന്നിരിക്കുന്ന, എൻ്റെ അപകർഷതാബോധം ഇല്ലാതാക്കാൻ കടന്നു വന്നിരിക്കുന്ന, എന്നെ ചെളിക്കുഴിയിൽ നിന്ന് കയറി വന്നിരിക്കുന്ന ഈ യേശുവിനെ തിരിച്ചറിയാൻ എനിക്കൊരു വെളിവ് തരണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കർത്താവ് തരുന്ന മഹാഭാഗ്യം മാനസാന്തരം, ദൈവം തരുന്ന ഭാഗ്യം. ഗോവണിയിൽ നിന്നുകൊണ്ട് ദൈവം തമ്പുരാൻ സംസാരിച്ചു. നാം കാണുന്നത് അങ്ങനെയാണ്. യാക്കോബ് ആ ഗോവണി കണ്ടു, സ്വപ്നത്തിൽ ഗോവണി കണ്ടു. എന്നിട്ട് എന്താ ഉണ്ടായത്? അവിടെ ആ ഗോവണി കണ്ടപ്പോൾ അതിൽ ആദ്യം കാണുന്നത് മാലാഖമാരെയാണ്. മാലാഖമാർ കയറുന്നു, ഇറങ്ങുന്നു. അതൊരു പുതിയ കാഴ്ചയായിരുന്നു. കാരണം യാക്കോബിൻ്റെ ധാരണ ഞാൻ ഏകനാണെന്നാണ്, എനിക്ക് ആരുമില്ലെന്നാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഈ കണ്ട വഴിയല്ല ഈ യാത്ര ചെയ്തിങ്ങ് വന്നത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പനില്ല, അമ്മയില്ല, അമ്മയുടെ തണലിൽ നിന്ന് മാറിയിട്ടില്ല, അപ്പൻ്റെ ചുവട്ടടിയിൽ നിന്ന് മാറിയിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, പുറംലോകം കണ്ടിട്ടില്ല. സഹോദരനാണെങ്കിൽ, ഏശാവാണെങ്കിൽ പുറംലോകം കണ്ട് നടക്കുന്നവനാണ്.
എനിക്ക് ആ വീടിൻ്റെ പരിസരവും വിട്ട് പുറത്തിറങ്ങിയ ഒരു പരിചയവുമില്ല. അങ്ങനെയുള്ള ഞാൻ ഏകനായി ഓടുകയാണ്, മരണഭീതിയോടെ ഓടുകയാണ്, ജീവൻ രക്ഷിക്കാൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏകനാണെന്നാണ് ധാരണ. അപ്പോഴാണ് ഈ കാണുന്നത് മാലാഖമാർ കയറുന്നു. അപ്പോൾ കയറുന്നുണ്ടെങ്കിൽ അവർ ഇത്ര നേരം എവിടെയായിരുന്നു? ഈ മാലാഖമാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കണ്ട സമയങ്ങളത്രയും ഇരുളിൻ്റെ മറവിലൂടെ നടന്നപ്പോഴും രാത്രിയുടെ കരിനിഴലുകൾ വീശിയപ്പോഴും എൻ്റെ ദൈവമേ ഏകാന്തതയുടെ വിരസതയിൽ വലഞ്ഞപ്പോഴും മാലാഖമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്വർഗീയ ദൂതന്മാർ എന്നെ അകമ്പടി സേവിക്കുകയായിരുന്നു. സ്വർഗീയ ദൂതന്മാരുടെ കാവൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെ ഇങ്ങനെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെ ഇങ്ങനെ കരുതുന്നതായൊരു സ്വർഗീയ സ്നേഹമുണ്ടെന്ന്. അയ്യോ, ഞാനിത് മനസ്സിലാക്കിയില്ലല്ലോ. യാക്കോബ് അത്ഭുതപ്പെട്ടു. യാക്കോബ് കണ്ടു മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ഒരു കൂട്ടം മാലാഖമാർ കയറിപ്പോകുന്നു, ഇതാ വേറൊരു കൂട്ടം മാലാഖമാർ ഇറങ്ങുന്നു. എപ്പോഴും സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, നീ നിൻ്റെ ജീവിതത്തിൽ നീ അറിഞ്ഞില്ല സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരുന്നുവെന്ന്, നിനക്ക് വേണ്ടി ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരുന്നുവെന്ന്, സ്വർഗീയ ദൂതന്മാർ നിന്നെ വലയം ചെയ്ത് നിന്നിരുന്നുവെന്ന്. നിനക്ക് ആപത്ത് വന്നപ്പോൾ, നിനക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ, നിനക്ക് അത്യാഹിതം വന്നപ്പോൾ, നിനക്ക് പണത്തിന് ഞെരുക്കം വന്നപ്പോൾ, നീ കടത്തിൽ മുങ്ങി വലഞ്ഞപ്പോൾ, നാളെ എന്തായെന്നോർത്ത് നീ അമ്പരന്നപ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ആവശ്യ ഭാരങ്ങൾ നീ നെടുവീർപ്പിട്ട് ഞരങ്ങിയപ്പോൾ, അപ്പോഴെല്ലാം സ്വർഗീയ ദൂതന്മാർ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് സ്നേഹിത നീ അറിഞ്ഞില്ല. ജീവനുള്ള ദൈവം നിന്നെ കാക്കുന്നുണ്ട് എന്നും കരുതുന്നുണ്ടെന്നും നീ അറിഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ പിൻപറ്റി നിന്നിരുന്നു. മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അതിന്മീതെ, ഗോവണിയുടെ മീതെ യഹോവ നിന്നു. അവൻ നോക്കിയപ്പോഴുണ്ട് നിത്യനായ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒന്ന് ദൈവത്തെ നേരിട്ടൊന്ന് കാണണം, ഒരു ആകൃതിയായിട്ട്, ഒരു രൂപമായിട്ട്, അങ്ങനെ ഒരു ഷേപ്പ്, ഒരു രൂപം, അങ്ങനെ ദൈവത്തെ കണ്ടാൽ ഞാൻ വിശ്വസിക്കാം. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. സ്നേഹിതരെ, ദൈവത്തെ ആർക്കും കാണാൻ പറ്റുകയില്ല. ദൈവത്തെ അങ്ങനെ ജഡപ്രകാരം കാണാൻ പറ്റുകയില്ല. ദൈവത്തിന് ആകൃതിയില്ല, ദൈവത്തിന് രൂപമില്ല. പിന്നെ എന്താ ദൈവത്തെ കാണുക? ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. ആത്മാവിൽ അത് ആന്തരികമായൊരു അനുഭൂതിയാണ്, അകത്തുള്ളൊരു അനുഭൂതിയാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ വേറെ ആരെയും ആശ്രയിക്കില്ല, വേറെ ആരെയും നോക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കൂട്ടായ്മയ്ക്കും അപ്പുറത്ത് യേശുവിനെ നേരിട്ട് പരിചയപ്പെട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവമക്കൾക്കും സുവിശേഷം പറയുന്നവർക്കെല്ലാം അപ്പുറത്ത്, അവരിൽ നിന്ന് അതീതമായി ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ നേരിട്ട് കാണാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ആത്മീയമായ അനുഭൂതി എന്ന് പറയുന്നത്, അതാണ് ആത്മീയമായ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം ആ ഗോവണിയുടെ മീതെ നിന്ന് അരുളി ചെയ്തു. എന്താണ്? ഞാൻ ആരാണ് ദൈവം പ്രത്യേകിച്ച് അറിയിച്ചു കൊടുത്തു. ഞാൻ ആരാണ് ദൈവം പരിചയപ്പെടുത്തി. എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. ഞാൻ ആരാണെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ ആരാണ്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും നിന്റെ പിതാവായ ഇസഹാക്കിൻ്റെയും ദൈവമാകുന്നു. സ്തോത്രം. പിതാക്കന്മാരുടെ ദൈവം, പൂർവ്വപിതാക്കന്മാരുടെ ദൈവം, പുരാതനായ ദൈവം. തലമുറ കടന്നുപോയി, പക്ഷേ ദൈവത്തിന് മാറ്റമില്ല. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. സ്തോത്രം. ഇറ്റേണൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ്, അണ്ടർനീത്ത് ആർ ദി എവർലാസ്റ്റിംഗ് ആംസ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വിശ്വസിക്കൂ, നിങ്ങൾ സംശയിക്കരുത്. എൻ്റെ ദൈവമേ, ഞാൻ പാപിയാണല്ലോ, എൻ്റെ കീഴേ ഈ ശാശ്വത ഭുജങ്ങളുണ്ടോ? എൻ്റെ കർത്താവേ, ഞാൻ എത്രയും ഹീനമായി ജീവിച്ചവനാണല്ലോ, എൻ്റെ കീഴേ ഈ ശാശ്വത ഭുജങ്ങളുണ്ടോ? എൻ്റെ കർത്താവേ, ഞാൻ ജീവിതത്തിൽ പല തെറ്റുകൾ വരുത്തിയവളാണല്ലോ, എൻ്റെ കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടോ? മകളെ നീ കേൾക്കൂ, സ്നേഹിത നീ കേൾക്കൂ. നിൻ്റെ കീഴേ ശാശ്വത ഭുജങ്ങൾ വിരിച്ച് ഇത്രയും കാലം അവൻ നിന്നെ പോറ്റി കൊണ്ടുവന്നു. നീ കണ്ടില്ലെങ്കിലും, നീ അറിഞ്ഞില്ലെങ്കിലും, നീ നോക്കിയില്ലെങ്കിലും അവൻ നിന്നെ തന്നെ അറിഞ്ഞ് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ താഴെ ശാശ്വത ഭുജങ്ങൾ നിനക്ക് താഴെ വിരിച്ചു. ദൈവത്തിന് സ്തോത്രം. കഴുകൻ തൻ്റെ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ നിത്യനായ ദൈവം തൻ്റെ ഭുജങ്ങളിൽ നിന്നെ വഹിപ്പിച്ചു കൊണ്ടുവന്നു. ആവർത്തന പുസ്തകം അങ്ങനെയാണെന്ന് വായിക്കുന്നത്.
കഴുകൻ തൻ്റെ കൂടനക്കി കഴുകൻ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ നിന്നെ തൻ്റെ ചിറകടിയിൽ വഹിച്ചു കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കഴുകൻ്റെ കൂട്, ആ കൂട് അത് വളരെ ഉയരത്തിലാണ്, അങ്ങ് പാറയുടെ വിള്ളലിലാണ്. വളരെ ഉന്നതമായ വലിയ പർവ്വത ശിഖരങ്ങളിലോ കുന്നിൻ മുകളിലോ ആണ് കഴുകൻ കൂടുണ്ടാക്കുന്നത്. അതും പാറയുടെ വിള്ളലുകളിലാണ്, പാറയുടെ ചെറിയ വിടവുകളിൽ, ഗുഹകളിൽ. അവിടെ മുട്ടയിടേണ്ട സമയമാകുമ്പോൾ മുള്ള് കൊണ്ടുവന്ന് കൂടുണ്ടാക്കും. ആ കൂടിനകത്ത് പഞ്ഞി കൊണ്ടുവന്ന് വയ്ക്കും. ഇതെല്ലാം കഴുകൻ അവിടെ പറന്ന് കിടന്ന് എല്ലാം കൊണ്ടുവന്ന് വയ്ക്കും. ആ കോലുകളും മുള്ളുകളും എല്ലാം വെച്ചിട്ട് മീതെ വളരെ ചെറിയൊരു ലെയർ, ഒരു അല്പം മാത്രം പഞ്ഞി വയ്ക്കും. എന്നിട്ട് ഈ മുട്ട വിരിയും. മുട്ട വിരിഞ്ഞ് കഴുകൻ കുഞ്ഞ് അതിനകത്ത് ഇരിക്കും. കഴുകൻ കുഞ്ഞല്ലേ, പറക്കാൻ അറിയാൻ പാടില്ല. അത് അങ്ങ് തുടങ്ങാറാകുമ്പോഴേക്കും കഴുകൻ കാര്യം ചെയ്യും. കഴുകൻ ഈ കൂട് പയ്യെ അനക്കും. പയ്യെ കൂട് അടിയിൽ നിന്ന് പയ്യെ അനക്കി കൊടുക്കും. കൂട് അനങ്ങുമ്പോൾ ആ കൂടിനകത്ത് കിടക്കുന്ന കഴുകൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുള്ളു കൊള്ളും. കാരണം ഈ പഞ്ഞിയുടെ അടിയിൽ നിന്ന് മുള്ളു കയറിക്കൊള്ളും. മുള്ളു കൊള്ളുമ്പോൾ കുഞ്ഞ് കിടന്ന് പിടച്ച് കുഞ്ഞ് പുറത്ത് ചാടും. കുഞ്ഞ് കഴുകൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈ മുള്ളു കൊണ്ട് പുറത്ത് ചാടുമ്പോൾ കഴുകൻ എന്ത് ചെയ്യും? കഴുകൻ താഴെ വന്ന് ഉടനെ ചിറകിൽ അതിനെ വഹിക്കും. വീണ്ടും കൊണ്ടുവന്ന് ഈ കൂടിനകത്ത് ഇരുത്തും. പിന്നെയും കഴുകൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂടിങ്ങനെ പയ്യെ അനക്കും. അപ്പോൾ വീണ്ടും നല്ല ശക്തിയായിട്ട് കൂട് അനക്കുമ്പോൾ മുള്ളു നല്ലതുപോലെ കൊള്ളും. വേദനിച്ച് പൊളയുമ്പോൾ ഈ കഴുകൻ കുഞ്ഞ് അത് പുറത്ത് ചാടുമ്പോൾ ഈ അന്തരീക്ഷത്തിലല്ലേ ചാടുന്നത്, അന്തരീക്ഷത്തിൽ ചാടുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ശരീരത്തിൽ അങ്ങ് താഴോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ചിറകങ്ങ് വിടർത്തും. അത് പയ്യെ പറക്കാൻ തുടങ്ങും. പക്ഷേ പറക്കാൻ പറ്റുന്നില്ല, താഴോട്ട് പോവുകയാണ്. കഴുകൻ ഓടിച്ചെന്ന് പറക്കാൻ പറ്റുന്നില്ല കാണുമ്പോൾ പിന്നെയും ചിറകിൽ വഹിക്കും. പിന്നെയും കൊണ്ടുവന്ന് അവിടെ കൂട്ടിലിരുത്തും. ഇങ്ങനെ പയ്യെ അതിനെ കൂടനയ്ക്ക് പറക്കാൻ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇതിലെ നിൻ്റെ ജീവിതത്തിൽ ഈ മുള്ളു കൊള്ളുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ നല്ലതാണ്, പറക്ക പഠിപ്പിക്കുകയാണ്. മുള്ളുകൊണ്ട് വേദനിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ വിട്ടുപോയതിൽ, പ്രിയപ്പെട്ടവരെ അകന്നു പോയതിൽ, പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതിൽ മുള്ളുകൊണ്ട് വേദനിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. പൈസ നഷ്ടപ്പെട്ടതിൽ, ബിസിനസ് നഷ്ടം വന്നതിൽ, അയ്യോ എൻ്റെ ദൈവമേ എല്ലാം പോയതിൽ മുള്ളുകൊണ്ട് ഇങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുന്നവർ, നിങ്ങളറിയൂ, നിങ്ങൾ ആശയറ്റവരെ പോലെ അങ്ങ് ശൂന്യതയിലേക്ക് നിങ്ങൾ താഴാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇതാ കാണാം അടിയിൽ വന്ന് ചിറക് വിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിറകിൽ നിന്നെ വഹിക്കും, കൊണ്ടുവന്ന് നിന്നെ വീണ്ടും ഈ കൂടിനകത്താക്കും. പിന്നെയും മുള്ളുകൊള്ളും, പിന്നെയും നീ താഴെ പോവും, പിന്നെയും നീ പഠിക്കും. കർത്താവിന് സ്തോത്രം. കഴുകൻ തൻ്റെ കൂടനക്കി തൻ്റെ കഴുകൻ കുഞ്ഞുങ്ങളെ പറവോടിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ ചിറകുകളിൽ നിങ്ങളെ വഹിക്കുന്നുവെന്ന് മോശ പഴയകാലത്ത് എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ യാതനകളും നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളും നിങ്ങൾക്ക് വന്നതായ കഷ്ടപ്പാടുകളും ഇതെല്ലാം ഓർത്ത് രോഗങ്ങളാകാം, നിങ്ങളുടെ പണത്തിന് ഞെരുക്കങ്ങളാകാം, കടബാധ്യതകളാകാം, നിങ്ങളുടെ തീരാവ്യാധികളാകാം, മറ്റുള്ളവരിൽ നിന്നുള്ളതായ എതിർപ്പുകളാകാം, മറ്റുള്ളവരിൽ നിന്ന് കൊള്ളുന്നതായ കഠിനമായ കൂർത്തുമൂർത്ത് മുള്ളേറ്റുള്ളതായ വേദനിപ്പിക്കുന്ന മുറിവുകളാകാം, എന്തെല്ലാം എല്ലാം ഏൽക്കുന്നത് നല്ലതിനാണ്. ആരും സംശയിക്കേണ്ട. എല്ലാം നല്ലത്. ഈ ചിറകടിയിൽ നിന്നെ വഹിച്ചുകൊള്ളും. ചിറക് താഴെ വിരിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട. നീ താഴോട്ട് പോവുകയില്ല, നിലംപരിയായി പോവുകയില്ല, നീ നഷ്ടപ്പെട്ടു പോവുകയില്ല. നിന്നെ താങ്ങിക്കൊള്ളും മകളെ, നിന്നെ താങ്ങിക്കൊള്ളും. താങ്ങാൻ കരമുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ വിട്ടുപോയി, ദൈവമക്കളെ മാതാപിതാക്കളില്ല, അപ്പനുമില്ല, അമ്മയുമില്ല. താങ്ങാൻ യേശുവിൻ്റെ കരം താഴെ വരും. ദൈവത്തിന് സ്തോത്രം. പൈസയില്ല, വാടക കൊടുക്കാൻ മാർഗമില്ല, ഒരു നല്ല കിടപ്പാടമില്ല, ജീവിക്കാൻ മാർഗമില്ല, പഠിക്കണമെന്നുണ്ട്, പക്ഷേ പഠിക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യും? എന്നാൽ താഴെ ചിറക് വിരിക്കുന്ന രക്ഷകൻ്റെ ചിറകടിയിൽ നീ ഒതുങ്ങിക്കൊള്ളൂ. ആ ചിറക് നിന്നെ താങ്ങിക്കൊള്ളും, നിന്നെ പറവ പഠിപ്പിച്ചുകൊള്ളും, പറക്കാൻ നിനക്ക് അഭ്യാസം തന്നുകൊള്ളും. ഇന്ന് വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുവീൻ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ. നാഥ, എന്നെ നീ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. മുള്ളു കൊള്ളുമ്പോഴും എന്നെ നീ സ്നേഹിക്കുന്നതിന് വിശ്വസിക്കുന്നു. നീ കൂടനക്കുമ്പോഴും എന്നെ നീ സ്നേഹിക്കുന്നതിന് വിശ്വസിക്കുന്നു. ഈ കൂടനക്കി എന്നെ നീ പറവ പഠിപ്പിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ പറവ പഠിച്ച് ആകാശവീതിയിലൂടെ ഞാൻ പിൽക്കാലത്ത് പറക്കുമെന്ന് ഞാൻ അറിയുന്നു. കരുണയുള്ള കർത്താവേ, ഇന്ന് മുള്ളുകൊണ്ട് വേദനിക്കുന്നെങ്കിലും നാളെ ഒരു ദിവസം ആകാശത്ത്
സിംഹാസനത്തിൻ്റെ വിരിമാറിലൂടെ ഞാൻ പറക്കുമെന്ന്, ഉയരങ്ങളിലൂടെ പറക്കുമെന്ന്, ഉന്നതങ്ങളിലൂടെ പറക്കുമെന്ന് ഞാൻ അറിയുന്നു. ഉയരങ്ങളിലൂടെ പറക്കുവാൻ നീ എന്നെ അഭ്യസിപ്പിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ ഇപ്പോൾ എനിക്ക് മുദ്രയിട്ട് തരണമേ. ആ തിരുരക്തത്താൽ എന്നെ നീ സന്ദർശിക്കണമേ. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി, ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ ദൈവമായ ജീവനുള്ള ദൈവമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ അനുഭവിച്ചതായ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചുകൊണ്ട് ഈ കാലയളവിൽ ജീവിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. ഒരു പൂർണ്ണ വിശുദ്ധനായി നിൽപ്പാൻ എനിക്ക് നീ കൃപ തരണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കുവീൻ. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം അനുഭവിപ്പീൻ. പാപത്തോട് യാത്ര പറഞ്ഞ് സന്തോഷം അനുഭവിപ്പീൻ. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിപ്പീൻ. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സുഖസമൃദ്ധി അനുഭവിപ്പീൻ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ വിളിപ്പീൻ. യേശുവേ, നീ അകത്തേക്ക് വരിക, എൻ്റെ ഹൃദയത്തിലേക്ക് വരിക, എന്നെ നീ വഹിക്കുക, എൻ്റെ ഹൃദയത്തിൽ നീ വാഴുക, എന്നെ നീ നിയന്ത്രിക്കുക, എന്നെ നീ നിയന്ത്രിച്ച് നിൻ്റെ വഴികളിലൂടെ നടത്തുക. നാഥാ, മരണത്തോളം നിത്യതയോളം നീ എന്നോടുകൂടെ ഇരിക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിൻ്റെ മക്കളെയെല്ലാം തൃക്കരം വെച്ച് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. രോഗസൗഖ്യം അയക്കുന്നതിനായി സ്തോത്രം. പാപവിമോചനം തരുന്നതിനായി സ്തോത്രം. പാപക്ഷമ തരുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ശാപങ്ങൾ മാറ്റുന്നതിനായി സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ ഭാഗ്യം തരുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.